ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്വാദേറിയ ഒരു പുളിയിഞ്ചി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ചീനിച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായി. ഇനി നമുക്ക് ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. നിങ്ങൾക്ക് പൊടിയായിട്ടും വരിക, വട്ടത്തിൽ വരിക. വറുത്തതിന് ശേഷം കൈവച്ച് ചെറുതായിട്ട് പൊടിച്ചെടുത്താൽ മതിയാകും. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. കുറച്ച് കൂടുതൽ കറിവേപ്പില വേണം. നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ വറുത്ത് കോരാം. വറുത്ത് വെച്ച ഇഞ്ചി കറിവേപ്പില മിക്സ് നമുക്കൊന്ന് കൈ വെച്ച് നിന്ന് പൊടിച്ചെടുക്കാം. അതേ എണ്ണയിൽ തന്നെ എണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കണം. ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പൊടികൾ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഒന്നര സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ സമയം നമുക്ക് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിടാം. ഇതിലേക്ക് കായം 1/2 സ്പൂൺ, ഉലുവ പൊടിച്ചത് 1/2 സ്പൂൺ, ഇതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളിയെടുത്ത് അതിൽ നിന്നും വെള്ളം ചേർത്ത് എടുത്തിരിക്കുന്നതാണ്. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അരിച്ചെടുക്കണേ. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പുളിവെള്ളം ഒഴിച്ചത് തിളച്ച് വന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ച ഇഞ്ചി ചേർക്കാം. ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരു 5 സ്പൂൺ ശർക്കര ചേർക്കാം. നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട്. കുറച്ച് നേരം കുറുകിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഇരിക്കുന്തോറും കട്ടിയാകുന്നതാണ്. നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞു. ഇനി ഇരിക്കും തോറും ഇത് കുറുകി വരും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.